നമസ്കാരം. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില കൂടിയാൽ അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ ജീവിതത്തെയും ഒരുപാട് ബാധിക്കും അല്ലേ? അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില നിശ്ചയിക്കുന്നത് ആരാണ്? അത് ഒപെക് എന്ന് പറയുന്ന സംഘടനയാണ്. കറണ്ട് അഫയേഴ്സ് ഭാഗത്തെ ട്രെൻഡിങ് ടോപ്പിക്കാണ് ഒപെക്. ഇന്നത്തെ 5 മിനിറ്റ് PSC മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഒപെക് എന്ന സംഘടനയെക്കുറിച്ചാണ്. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നുള്ളതാണ് ഒപെക്കിൻ്റെ പൂർണ്ണരൂപം. ഒപെക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഇത് രൂപീകരിക്കപ്പെടുന്നത് എന്നാണ്? 1960-ലാണ്. 1960 5 രാജ്യങ്ങൾ ചേർന്നാണ് ഒപെക് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത്. അപ്പോൾ അവിടെ പരീക്ഷയ്ക്ക് കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്, ഒപെക്കിൻ്റെ സ്ഥാപക അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആ 5 രാജ്യങ്ങളുടെ പേര് പറയണം. ഏതൊക്കെയാണ്? ഇറാൻ ഉണ്ട്, ഇറാഖ് ഉണ്ട്, കുവൈറ്റ് ഉണ്ട്. ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, വെനിസുല. അപ്പോൾ 1960 ഒപെക് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച 5 രാജ്യങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ അത് ഇറാനാണ്, ഇറാഖാണ്, കുവൈറ്റ് ആണ്, സൗദി അറേബ്യയാണ്, വെനിസുലയാണ്. ഇനി 1960 ഒപെക് രൂപീകരിക്കപ്പെടുന്നത് എവിടെ വച്ചാണ് എന്ന് ചോദിച്ചാൽ തെറ്റിക്കരുത്, അത് ബാഗ്ദാദിൽ വെച്ചിട്ടാണ്. ഇറാഖിന്റെ തലസ്ഥാനമായിട്ടുള്ള ബാഗ്ദാദിൽ വെച്ചിട്ടാണ് 1960 ഒപെക് എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കപ്പെട്ടത്. പക്ഷേ തിരിഞ്ഞു പോകരുത്, ഇന്ന് ഒപെക്കിന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഒപെക്കിന്റെ ആസ്ഥാനം ഓസ്ട്രിയയുടെ തലസ്ഥാനമായിട്ടുള്ള വിയന്നയിലാണ്. ഒപെക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓസ്ട്രിയയുടെ തലസ്ഥാനമായിട്ടുള്ള വിയന്നയിലാണ്. ഇന്ന് ഒപെക്കില് എത്ര രാജ്യങ്ങളുണ്ട് എന്നൊരു ചോദ്യം കൂടി പ്രതീക്ഷിക്കണം. ആദ്യം 5 അംഗരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് മറ്റു ചില രാജ്യങ്ങൾ കൂടി അംഗമായി. ഈ അടുത്ത കാലം വരെ ഒപെക്കില് 12 അംഗരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ 2026 മെയ് 1 മുതൽ അതിൽ നിന്ന് ഒരു രാജ്യം പിന്മാറി. ഏത് രാജ്യമാണ് പിന്മാറിയത്? 2026 ഒപെക് എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് UAE ആണ്. ഏതാണ്? UAE ആണ് 2026 മെയ് 1 മുതൽ ഒപെക്കിൽ നിന്ന് പുറത്തു പോയത്. അപ്പോൾ നിലവിൽ ഒപെക്കിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 11 അംഗരാജ്യങ്ങളാണുള്ളത്. 2026 മെയ്യിൽ ഒപെക്കിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ UAE ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഒപെക്കിലെ ആദ്യത്തെ 5 രാജ്യങ്ങൾ ഇറാനുണ്ട്, ഇറാഖ് ഉണ്ട്, കുവൈറ്റ് ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് വെനിസുലയുണ്ട് അല്ലെ? അപ്പോൾ പിന്നീടുള്ള 6 രാജ്യങ്ങൾ ഏതൊക്കെ എന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് അൾജീരിയയാണ്, വേറൊന്ന് നൈജീരിയയാണ്, വേറൊന്ന് ലെബനാണ്, വേറൊന്ന് ഇക്വറ്റോറിയൽ ഗിനിയ എന്ന് പറയുന്ന രാജ്യമാണ്, വേറൊന്ന് ഗാബോൺ എന്ന് പറയുന്ന രാജ്യമാണ്, ഗാബോൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് DR കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിങ്ങനെ 11 അംഗരാജ്യങ്ങളാണ് ഇപ്പോൾ ഒപെക്കിലുള്ളത്. ഈ അടുത്ത കാലത്തായിട്ട് പുതിയൊരു സംവിധാനം കൂടി നിലവിൽ വന്നിട്ടുണ്ട്, ഒപെക് പ്ലസ്. എന്താണ് ഒപെക് പ്ലസ് എന്ന് ചോദിച്ചാൽ ഒപെക്കിലുള്ള ഈ 11 അംഗരാജ്യങ്ങൾക്ക് പുറമെ ലോകത്തെ പ്രധാനപ്പെട്ട മറ്റ് എണ്ണ ഉൽപാദന രാജ്യങ്ങൾ അവരുടെ കൂടി സഹകരണമാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒപെക് പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ കൂട്ടായ്മയിലോട്ട് വരുന്ന രാജ്യങ്ങളാണ് റഷ്യ, അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഒമാൻ, ബഹ്റൈൻ, ബ്രൂണോ പോലുള്ള രാജ്യങ്ങളാണ് ഒപെക് പ്ലസിനകത്ത് വരുന്നത്. അതായത് ഒപെക്കിലെ 11 അംഗരാജ്യങ്ങൾ, അതിന് പുറമെ ലോകത്തെ പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദന രാജ്യങ്ങളും കൂടി ചേരുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? ഒപെക് പ്ലസ് എന്ന് പറയും. ആ സംവിധാനം വരുന്നത് 2016 മുതലാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം ഏതാണ്? അത് വെനിസുലയാണ്.
ചുമ്മാതല്ല ട്രംപ് വെനിസുലയുടെ പ്രസിഡന്റിനെ എവിടോട്ട് തട്ടിക്കൊണ്ടുവന്നത്? അമേരിക്കയിലോട്ട് തട്ടിക്കൊണ്ടുവന്നത് അല്ലെ. നിക്കോളാസ് മഡുറോയെ അടുത്ത കാലത്ത് തട്ടിക്കൊണ്ടുവന്നല്ലോ അല്ലെ. അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വെനിസുലയിലുള്ള അളവറ്റ എണ്ണ നിക്ഷേപമാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. പക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ വെനിസുലയാണ്. അപ്പോൾ ഒപ്പെക്കുമായി ബന്ധപ്പെട്ട അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തുള്ള കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പുസ്തകം സഹായിക്കും. ആസ്ഥ അക്കാഡമി അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകം ഇപ്പോൾ അവൈലബിൾ ആണ്. 135 രൂപ മാത്രമാണ് വിലയുള്ളത്. ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതിനു പുറമെ വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി ഓൺലൈൻ ലൈവ് ക്ലാസ് ഏതിനു വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.